അപ്പോൾ നിലവിലൊരു വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ വാങ്ങാം അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു പഴയൊരു വാട്ടർ ടാങ്ക് ആണ്. 1.25 ഇഞ്ചിന്റെ 2 ഔട്ട് ഇട്ടിരിക്കുന്ന ഒരു പൈപ്പാണ്. ആ ഔട്ട് ഇട്ടിരിക്കുന്ന പൈപ്പിനെ നമ്മൾ അവിടുന്ന് ഒഴിവാക്കിയിട്ട് നേരെ 2 ഇഞ്ച് പൈപ്പാണ് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിലവിലുള്ള പൈപ്പുകളൊക്കെ കട്ട് ചെയ്തു. വാട്ടർ അതോറിറ്റി വരുന്നുണ്ട്, പമ്പ് അടിക്കാനുള്ള 1 ഇഞ്ച് പൈപ്പ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ മോള് കാണുന്ന ആ നെറ്റ് ഉണ്ടല്ലോ, അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ സമയം 11-12 മണിയായി. ഒരു പ്രശ്നമില്ല, വെയിലിൻ്റെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല. നല്ല സുഖമായി തണലത്തിരുന്നിക്കുന്ന പോലെ പണിയെടുക്കാൻ പറ്റും. ആ നെറ്റ് വാങ്ങിയോണ്ടാണ് ഈ പണി നമുക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇവർ നിലവിൽ താമസിക്കുന്ന വീടായതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം പെട്ടെന്ന് കണക്ട് ചെയ്യുമാണല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഓരോ ഭാഗങ്ങൾ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ടാങ്ക് എന്തിനാ അവർ മാറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇത് കഴുകി വിടണം. ഈ വെള്ളത്തിന് ചളി വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം ചളിയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകും. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഫിൽറ്ററും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് ടാപ്പിലൊന്നും പൊടിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫിൽറ്റർ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിലവിലുള്ള പൈപ്പിനെ നമ്മൾ 1.25 ഇഞ്ചിൻ്റെ 2 ഔട്ടായാലും നമ്മൾ ഒറ്റ ഔട്ടാക്കിയിട്ട് 2 ഇഞ്ച് പൈപ്പാണ് ഇറക്കി കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഓവർഫ്ലോയുടെ പൈപ്പ് കുറച്ച് താത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ കഴുകി വിടാനുള്ള പൈപ്പും നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു 5:30 ആയപ്പോൾ നല്ല രീതിയിൽ മഴ കേട്ടോ. വെയിലടിച്ച് ഉള്ള സമയത്ത് തന്നെയാണ് മഴയും വന്നത്. അപ്പോൾ നല്ല ഇടി പൊട്ടിയ കാരണം കൊണ്ട് ഞങ്ങൾ അന്ന് സ്റ്റോപ്പ് ചെയ്തു. പിറ്റേന്ന് രാവിലെ വന്ന് ടാങ്ക് വെക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. അതൊരു 11 മണിയാകുമ്പോഴത്തേന് ഏകദേശം നല്ല രീതിയിൽ വെയിലായി. പിന്നെ അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം സോളാറിൻ്റെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യേണ്ടിയിരുന്നു. അതേപോലെ തന്നെ സോളാർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ മൂടി വെക്കുകയാണ് നല്ലത്. വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്യൂബുകളൊക്കെ പൊട്ടിത്തെറിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ ടാങ്കിൻ്റെ എല്ലാ ഫിറ്റിങ്സും കയറി മുകളിൽ വെള്ളം ചായലുമായി. കാരണം അടിയിൽ കൂടെയാണ് ഇതിൻ്റെ വെള്ളം കറങ്ങി വരിക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങിയൊരു എമൗണ്ട് ആണ് പറയുന്നത്. ടോട്ടലി 10,500 വാങ്ങിയത്. അതിൽ ഇലക്ട്രിക്കൽ വർക്ക് വേറെ ഉണ്ടായിരുന്നു. ടാങ്ക് ഫിറ്റിങ്ങിന് മാത്രം 8,000 രൂപയാണ് ഞാൻ ഇവിടുന്ന് ചാർജ് ചെയ്തത്. സപ്പോർട്ട് ചെയ്യാം.